എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഉഴുന്നുവട ശരിയാക്കിയെടുക്കാം. പുറമേ നല്ല ക്രിസ്പിയും അകത്ത് സോഫ്റ്റ് ആയിട്ടുള്ളതുമാണ്. 1.5 കപ്പ് ഉഴുന്നാണ് എടുത്തിട്ടുള്ളത്. കഴുകി വൃത്തിയാക്കിയ ശേഷം സോക്ക് ചെയ്യാനിട്ടിരുന്നതാണ്. ഇതിനെ ഡ്രെയിൻ ചെയ്തിട്ട് അല്പം ഇഞ്ചിയും കൂടി ചേർത്ത് അരച്ചെടുക്കാം. ഫൈനായിട്ട് അരയ്ക്കണമെന്നില്ല, ഇടയ്ക്ക് ചെറിയ തരികളോടെയാണ് അരച്ചെടുത്തിട്ടുള്ളത്. മൊത്തത്തിൽ 1/4 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. വെള്ളം കൂടിപ്പോയാൽ ഉഴുന്നുവട ശരിയാകില്ല. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉഴുന്നുവട കിട്ടാൻ വേണ്ടി മാവിനെ ബീറ്റർ വെച്ച് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ വിസ്കോ ഫോർക്കോ വെച്ച് ബീറ്റ് ചെയ്തെടുത്താലും മതിയാകും. ഇനി ഇതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർക്കാം. 10 ചുവന്നുള്ളി സ്ലൈസ് ചെയ്തത്, 3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില ചോപ്പ് ചെയ്തത്, 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ ചതച്ച കുരുമുളക് കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം ഒരു ഫോർക്കോ സ്പൂണോ വെച്ച് മിക്സ് ചെയ്ത ശേഷം പിന്നീട് കൈവച്ച് നന്നായിട്ട് കുഴച്ചെടുക്കാം. മാവ് കയ്യിൽ പറ്റാതിരിക്കാൻ കൈയൊന്ന് നനച്ച ശേഷം ഉരുളയാക്കാം. എന്നിട്ട് വിരൽ വെച്ച് ഇതേപോലെ ഹോളാക്കിയെടുക്കാം. ഉഴുന്നുവട ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ചൂടുള്ള എണ്ണയിലാവണം ഇട്ട് കൊടുക്കേണ്ടത്. പിന്നീട് ഫ്ലെയിം മീഡിയത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരു ഭാഗം മുരിയുമ്പോൾ തിരിച്ചിടാം. തിരിച്ചു മറിച്ചുമിട്ട് ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പം പാകത്തിനായിട്ടുണ്ട്. ഇനി എണ്ണയിൽ നിന്നും കോരി മാറ്റാം. എല്ലാം ഇതേപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. പുറമേ നല്ല ക്രിസ്പിയും ഉൾഭാഗം നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഫീഡ്ബാക്ക് കമൻസിലൂടെ അറിയിക്കണേ. അതേപോലെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം.